നമുക്കിന്ന് ജിക്സറിനെ കുറിച്ച് സംസാരിച്ചാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ജിക്സർ. കാരണം ഒരു 4 വർഷത്തോളം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു മോഡലാണ്. ജിക്സറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യമഹ തുടങ്ങി വെച്ചൊരു വിപ്ലവമുണ്ട്. അതിന് മുമ്പ് വരെ 150cc എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ 150cc എന്ന് പറഞ്ഞാൽ CBZ എക്സ്ട്രീം അല്ല CBZ-ഉം പൾസറും ഒക്കെ ആയിരുന്നു. ചെറിയ ടയറുകളും പവർ കണ്ടേക്കാം, എഞ്ചിന് പെർഫോമൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ആ പെർഫോമൻസും വണ്ടിയുടെ ലുക്സുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകത്തില്ല. ആ ഒരു രീതിയിലായിരുന്നു അതുപോലെയുള്ള ബൈക്കുകളെല്ലാം. അവിടെ ഒരു മാറ്റം കൊണ്ടുവന്ന FC ആണ്. ബ്രോഡ് ആയിട്ടുള്ള ടയേഴ്സ്, പിന്നെ മിഡ്ഷിപ്പിന്റെ സൈലൻസർ, മോണോ സസ്പെൻഷൻ, മോണോക്രോസ് സസ്പെൻഷൻ എന്ന് പറഞ്ഞ പേരൊക്കെ സൈഡിലേക്ക് ഒട്ടിച്ചു. ഒരു വൻ വിപ്ലവം തന്നെയായിരുന്നു എഫ് സിയുടെ ആ വിപ്ലവത്തിന് ശേഷം നെക്സ്റ്റ് ഏത് കമ്പനി ഇതുപോലത്തെ ഐറ്റം കൊണ്ടുവരുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് സുസുക്കി തന്നെ ആ മുതലിനെയും കൊണ്ടുവന്നത്. സുസുക്കി കൊണ്ടുവന്ന മുതലാണ് ജിക്സർ. ജിക്സർ എന്നുള്ള പേര് വരാനുള്ള കാരണം വെച്ചാൽ ബ്രിട്ടനിലൊക്കെ GSXR-നെ ചുരുക്കി പിള്ളേർ ഓമനത്തോടു കൂടി വിളിക്കുന്ന പേരാണ് ജിക്സർ എന്നുള്ളത്. അതായിരുന്നു ഈ ജിക്സറിന് ഇങ്ങനെ പേര് വരാനുള്ള കാരണം. ഒരു മിനി FC16 എന്താണെന്ന് വെച്ചാൽ ഒരു മിനി FC1-ന്റെ കുഞ്ഞു കോപ്പി ആയിരുന്നെങ്കിൽ ജിക്സർ GSXR-ന്റെ ഓൾമോസ്റ്റ് എല്ലാ എലമെന്റ്സും എടുത്തുകൊണ്ട് ഒരു കുഞ്ഞു കോമ്പാക്ട് പാക്കേജ് ആയിരുന്നു. FC നിന്നും ജിക്സറിലോട്ട് എനിക്ക് വരുമ്പോൾ ഉള്ള മാറ്റത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ സുസുക്കിയുടെ ബൈക്കിന്റെ പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ ഇരുമ്പ് മാറി നിൽക്കും. അതുപോലത്തെ ബിൽഡ് ക്വാളിറ്റിയാണ് ബൈക്കിന്റെ എല്ലാ ഭാഗങ്ങളിലും. പിന്നെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 155cc എഞ്ചിൻ. ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ 14 bhp സംതിങ് ആണ് വരുന്നത്. പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു 0 to 100 ഒക്കെ ഒരു 13-15 സെക്കൻഡിനകത്തൊക്കെ ആയിരിക്കും വരുന്നത് പെർഫോമൻസ് ഫിഗർ. പക്ഷെ എവിടെയാണ് ഈ എഞ്ചിൻ എക്സൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു SJCS എന്ന ടെക്നോളജി സുസുക്കി കൊടുത്തിട്ടുണ്ട്. സുസുക്കി ജെറ്റ് കൂളിംഗ് സിസ്റ്റം. ഇതൊന്നും അധികം ആർക്കും സംസാരിച്ചാൽ കേട്ടില്ല. SJCS എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ഏറ്റവും ചൂടാവുന്നത് പിസ്റ്റന്റെ പുറകുവശത്താണ്. ആ ഭാഗത്തോട്ട് ഈ ജിക്സറിനകത്ത് ഒരു ചെറിയ പിൻ അല്ലെങ്കിൽ ചെറിയ നോസിൽ വെച്ചിട്ട് ഈ എഞ്ചിൻ ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിക്സ് അതായത് പിസ്റ്റന്റെ പുറകിലോട്ട് എഞ്ചിൻ ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എഞ്ചിന് നല്ല ലൈഫും കിട്ടുന്നു. പിന്നെ എഞ്ചിൻ ഓയിൽ ഈ മെയിൻ ആയിട്ട് ചൂടാവുന്ന ഭാഗമാണ് പിസ്റ്റന്റെ പുറകെ. അവിടെ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വണ്ടിക്ക് ഒരു പരിധി വിട്ട് ഒരിക്കലും ഹീറ്റ് ആവത്തുമില്ല. അത് നിങ്ങൾക്ക് ഏതൊരു ജിക്സർ ഉപയോഗിച്ചാലും മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾ എത്ര കിലോമീറ്റർ ഇതിനകത്ത് ഓടിച്ചാലും എഞ്ചിൻ തണുത്ത് തന്നെ ഇരിക്കും. ഒരു ഹീറ്റിന്റെ ലക്ഷണങ്ങളും കാണിക്കത്തില്ല. പിന്നീട് പറയാനായിട്ടാണെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി കൗണ്ടർ ബാലൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ. നിങ്ങൾ ഈ എഞ്ചിനും കൊണ്ട് ഒരു 80 പോലും 90 പോലും ഒക്കെ നിങ്ങൾക്ക് വൈബ്രേഷൻ വെച്ചാൽ ബെയർ മിനിമം ആയിരിക്കും. വേറെ ഏത് 150cc-ക്കാളും ബെയർ മിനിമം വൈബ്രേഷൻ മാത്രമേ നമുക്ക് ജിക്സറിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് പോകാൻ ഇത് കുഞ്ഞൻ വണ്ടിയാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു വലിയ വണ്ടിയുടെ റിഫൈൻമെന്റ് ഇവൻ എവിടെ പോലും തന്നെ വലിയ ബിഗ് CC എഞ്ചിന്റെ റിഫൈൻമെന്റ് ഏത് ഭാഗത്തോട് നോക്കിയാൽ എങ്ങനെ ഓടിച്ചാലും നമുക്ക് കിട്ടും. അതാണ് സുസുക്കി ജിക്സറിന്റെ പ്രത്യേകത. പിന്നീട് പറയാനാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ആൻഡ് ഫീലിനെ കുറിച്ച് സംസാരിക്കണം. ഹാൻഡ്ലിങ്ങിൽ FC ആണോ ജിക്സർ ആണോ മുന്നിൽ നിൽക്കുന്നത് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജിക്സറാണ്. കാരണം ജിക്സറിന്റെ ഒരു ഫ്രണ്ട് ആൻഡ് ഫീലുണ്ട്. നമ്മുടെ ഫ്രണ്ട് ടയർ റോഡിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നൊരു ഫീല്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഈ 135 കിലോ ഭാരമുള്ള ബൈക്കാണ് നമ്മൾ ഓടിക്കുന്നത് നമുക്ക് തോന്നത്തില്ല. അത്ര കോൺഫിഡൻസ് ആണ്. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള ചാസിയും പിന്നെ ടയേഴ്സും എല്ലാം കൂടെ ഒരു ടൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തൊരു പാക്കേജ്. കാരണം സുസുക്കിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും കൈവിട്ട് കളിക്കാൻ പറ്റത്തില്ല. കാരണം നേരത്തെ ഒരു GS 150 മുതലിനെ കൊണ്ടുവന്നു. ചില കംപ്ലൈൻസ് മൂലം ആ സംഭവം കത്താതെ പോയി. സംഭവം GS 150 കത്തിയിരുന്നെങ്കിൽ യൂണിക്കോണൊന്നും കളത്തിലെ വരത്തിലായിരുന്നു. കാരണം അതുപോലത്തെ ഒരു എഞ്ചിനാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. പക്ഷെ പല ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു GS 150 പൊളിഞ്ഞതെങ്കിൽ ജിക്സറിലോട്ട് വന്നപ്പം അവർ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സോർട്ട് ചെയ്തു. എന്നാലും പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല. സുസുക്കി മോട്ടോർ സൈക്കിളിൽ ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്പെയറിന്റെ പ്രശ്നങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സ്പെയർ പോയിട്ടുണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ ചിലപ്പോൾ 15-20 ദിവസം താമസം വന്നേക്കാം. കാവസാക്കിയുടെ ഒരു ബൈക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ സ്പെയർ കിട്ടാനായിട്ട് 1 മാസം എടുക്കുമെങ്കിൽ സുസുക്കിയുടെ ഇവിടെ ഉണ്ടാക്കിയ സ്പെയറിന് ഒരു 15-20 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ബജാജ് ബൈക്കൊക്കെ യൂസ് ചെയ്ത് വന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദഹിക്കത്തില്ല. കാരണം ബജാജ് ബൈക്കിന്റെ ഓൾമോസ്റ്റ് എല്ലാ സ്പെയറും തൊട്ടടുത്തുള്ള ഏത് കടയിൽ ചോദിച്ചാലും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇതൊരു ഹിറ്റ്. അതൊഴിച്ചാൽ വേറൊരു കംപ്ലൈൻറ്റ്സ് ഒന്നും പറയാനില്ല. വണ്ടി ഹാൻഡ്ലിങ്ങിൽ എക്സ്ട്രീംലി
കോൺഫിഡൻ്റ് ആണ്. എൻജിൻ പെർഫോമൻസ് വൈസ് എക്സലൻ്റ് ആണ്. മൈലേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കളിച്ചാലും 45+ മൈലേജ് കിട്ടും. അതൊരു റെസ്പെക്റ്റഡ് ഫിഗേഴ്സ് ആണ്. ഒരു 155cc ഈ ഒരു ലുക്ക് വണ്ടിയും ബ്രോഡ് ടയേഴ്സൊക്കെ ഉള്ള ബൈക്ക് വെച്ച് നോക്കുമ്പോൾ. പിന്നീട് കംപ്ലയിൻസ് എന്ന് വെച്ചാൽ വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല. പിന്നെ 2018-17 മോഡൽ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ തേയ്മാനം കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട് പണി അങ്ങനെ. ടൈമിംഗ് ചെയിൻ കംപ്ലൈൻറ്റ്, പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിന് ചെറിയ തേയ്മാനം വരുന്നത്. ഒരു 3000 രൂപ ചിലപ്പോൾ മുടക്കേണ്ടതായിട്ട് വരും ചില ബാച്ചിന് മാത്രം. അത് നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും അതിന് തേയ്മാനം കണ്ടു വന്നിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ ജിക്സറിനുണ്ടായിരുന്ന പ്രശ്നം അത് തന്നെയായിരുന്നു. വേറെ എനിക്ക് ഒരു കംപ്ലയിൻസും ഇല്ല. വണ്ടി ജിക്സറിനെന്ന് വെച്ചാൽ നമ്മുടെ FC നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജിക്സർ എടുത്താൽ നിങ്ങൾക്കൊരു മടുപ്പ് വരത്തില്ല. കാരണം FC-യെക്കാളും ഒരു പടി മേളിൽ എന്ന് തന്നെ ഞാൻ പറയത്തില്ല ഈ മോഡലിനെ കുറിച്ച്. പക്ഷെ ആർക്കും അങ്ങോട്ടൊരു അഭിപ്രായം ഇല്ലാതെ പോയത് സ്പെയർ പാർട്സിന്റെ അഭാവം കൊണ്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തായാലും ഇന്ത്യക്കാർ ഈ ഒരു മോഡലിന് അർഹതപ്പെട്ടൊരു വില കൊടുത്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതുപോലെ ഒരു സൂപ്പർ വണ്ടിയാണ് അന്നും ഇന്നും എന്നും സുസുക്കിയുടെ വജ്രായതെന്ന് പറയാൻ പറ്റുന്ന സുസുക്കി ജിക്സർ 155. 250 കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കാരണം ഞാൻ 250 അധികം ഉപയോഗിച്ചിട്ടില്ല. 155-ന്റെ കാര്യത്തിൽ ഐ എം വെരി കോൺഫിഡൻറ്റ്.